ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം സജീവം. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. സർക്കാർ സ്കൂൾ പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും മത്സരിക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്ന് 6419 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7066 പേർ രോഗമുക്തി നേടി. ഇന്ന് 28 മരണം. അറസ്റ്റിലായ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് കെപിസിസി പ്രസിഡന്റ്. അറസ്റ്റ് നാടകമെന്ന് ബിജെപി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. മീൻപിടുത്തക്കാർ ഇനിയൊരു അറിയിപ്പ് വരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പ്രചാരണം സജീവമാണ്. വാർഡ് അടിസ്ഥാനത്തിൽ പ്രത്യേക സമയം നൽകിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥിക്കും നിർദ്ദേശകനും ഏജന്റിനും മാത്രമേ പരിശോധനാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്ന് തിരുവനന്തപുരം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ഡോ നവ്ജോത് ഖോസ പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സ്വാശ്രയ അൺ എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ 3281 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുങ്ങുന്നത്. കോർപ്പറേഷനിൽ 100 വാർഡും 4 നഗരസഭകളിലായി 147 വാർഡും ജില്ലാ പഞ്ചായത്തിന് 26 ഡിവിഷനുകളുമാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 7606 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഇന്ന് 3007 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 18ഉം കോർപ്പറേഷനിൽ 157ഉം നഗരസഭകളിൽ 517ഉം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 193ഉം വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി 2122 നാമനിർദ്ദേശ പത്രികകളുമാണ് ഇന്ന് ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഹരിതചട്ടം പാലിച്ചു നടത്താൻ നിർദ്ദേശിക്കുന്ന ഹരിതചട്ട പാലനം കൈപ്പുസ്തകത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല പ്രകാശനം ജില്ലാ കളക്ടർ ഡോ നവ്ജോത് ഖോസ നിർവഹിച്ചു. ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്നാണ് പുസ്തകം പുറത്തിറക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്താൻ കണ്ണൂർ ജില്ലയിൽ ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകൾ നിലവിൽ വന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും നടത്തുന്ന പ്രചാരണ പരിപാടികളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കണ്ണൂരിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ നിലവിൽ വന്നു. ജില്ലാതലത്തിലും താലൂക്ക് തലങ്ങളിലുമാണ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുക. നോട്ടീസുകൾ, ബാനറുകൾ, ബോർഡുകൾ, പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, മൈക്ക് അനൗൺസ്മെന്റ്, യോഗങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ മുഖേനയുള്ള പ്രചരണ പരിപാടികൾ എന്നിവയുടെ നിയമസാധുത ഈ സ്ക്വാഡ് പരിശോധിക്കും. കൂടാതെ ഹരിത പെരുമാറ്റച്ചട്ടവും കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ നിർത്തിവെപ്പിക്കാനും പ്രചാരണ വസ്തുക്കൾ നീക്കം ചെയ്യിക്കാനും സ്ക്വാഡുകൾക്ക് അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഇന്ന് 6419 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 677 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ചികിത്സയിലായിരുന്ന 7066 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 24 മണിക്കൂറിനിടെ 67369 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.53. അറസ്റ്റിലായ മുൻമന്ത്രി പി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. 4 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനിടെ ഇബ്രാഹിം കുഞ്ഞ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇന്നു രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കാനായി മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി അല്പം മുൻപ് ആശുപത്രിയിലെത്തി. അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സർക്കാരും സിപിഎമ്മുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഗുരുതര ക്രമക്കേടുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ.
ഒരു അഴിമതിയെയും ന്യായീകരിക്കുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ്. കുറ്റം ചെയ്തവരെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും വേണം. പക്ഷേ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. വിജിലൻസിനെ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രതികാരമാണ് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഇടപെട്ട് പ്രതിപക്ഷത്തുള്ള ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലാരിവട്ടം അഴിമതിക്കേസിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് നാടകമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മറ്റ് നേതാക്കളുടെ പങ്ക് അന്വേഷിക്കുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലും മയക്കുമരുന്ന് കേസിലും ഉൾപ്പെട്ട് സമനില തെറ്റിയ പിണറായി സർക്കാർ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.52% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 44,000-ത്തിലധികം പേരാണ് രോഗമുക്തി നേടിയത്. ആകെ രോഗമുക്തി നേടിയത് 83,35,000 പേരാണ്. കോവിഡ് ചികിത്സയ്ക്കായി പ്ലാസ്മ വിവേചനരഹിതമായി ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് ICMR. പ്ലാസ്മ ചികിത്സ സംബന്ധിച്ച് ICMR നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം നൽകിയത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,59,00,000 കവിഞ്ഞു. ഇതിൽ 3,89,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. 2010 നവംബർ 1-നാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത്. മുതുവ സമുദായക്കാർ മാത്രം താമസിക്കുന്ന 24 സെറ്റിൽമെന്റുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. 750 വീടുകളിലായി 2,400 ജനസംഖ്യ. 2011 കണക്ക് പ്രകാരം ആകെ 1,807 വോട്ടർമാരാണുള്ളത്. ഇവരിൽ 925 പേർ സ്ത്രീകളാണ്. ഇടമലക്കുടി പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF ഭരണം പിടിച്ചെടുത്തപ്പോൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനായിരുന്നു ഭരണസാരഥ്യം. സ്വന്തം ഓഫീസ് മറ്റൊരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക പഞ്ചായത്തെന്ന വിശേഷണം കൂടി ഇടമലക്കുടിക്കുണ്ട്. പഞ്ചായത്ത് അതിർത്തിക്ക് പുറത്ത് 40 കിലോമീറ്റർ ദൂരെ ദേവികുളത്താണ് ഈ പഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഗതാഗത യോഗ്യമായ റോഡോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ ഇല്ലാത്ത പഞ്ചായത്ത് കൂടിയാണ് ഇടമലക്കുടി. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് 5 നിരീക്ഷകരെ നിയമിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി കെ സ്നേഹ നാമനിർദ്ദേശ പത്രിക നൽകി. കോർപ്പറേഷനിലെ 36ാം ഡിവിഷനായ കിഴുന്നയിൽ നിന്നുമാണ് സ്നേഹ ജനവിധി തേടുന്നത്. സംസ്ഥാനത്ത് നാളെയോടെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. നിലവിൽ ആഴക്കടലിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളിലേക്ക് ഹിന്ദു വിശ്വാസികളായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഓരോ അംഗം വീതവും മലബാർ ബോർഡിലേക്ക് ഹിന്ദു വിശ്വാസികളായ 2 അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 23-ന് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. കൊച്ചിയിൽ ഇന്ന് നടന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്തിൽ 55 പരാതികൾ പരിഗണിച്ചു. 15 കേസുകൾ തീർപ്പാക്കി, 5 കേസുകൾ അന്വേഷണത്തിനായി അയച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക 227 പോയിന്റ് ഉയർന്ന് 44,180-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 64 പോയിന്റ് നേട്ടത്തിൽ 12,938-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം സജീവം. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. സർക്കാർ സ്കൂൾ പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും മത്സരിക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ഇന്ന് 6,419 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,066 പേർ രോഗമുക്തി നേടി. ഇന്ന് 28 മരണം. അറസ്റ്റിലായ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വിജിലൻസ് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് KPCC പ്രസിഡന്റ്. അറസ്റ്റ് നാടകമെന്ന് BJP. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. മീൻപിടുത്തക്കാർ ഇനിയൊരറിയിപ്പ് വരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR ന്യൂസ് ട്രിവാൻഡ്രം
എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.